അതിജീവിച്ചു. കർത്തവ്യബോധത്തോടെയുമാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത പ്രളയത്തിന്റെ അതികഠിനമായ നാളുകളിൽ സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ അണിനിരുന്ന ചരിത്രമാണ് ഇവർക്കുള്ളത്. പ്രകൃതിക്ഷോഭം വിതച്ച വനാന്തരങ്ങളിലും ദുർഘടമായ മലഞ്ചെരുവുകളിലും കുടുങ്ങിയവരെ പോലും കണ്ടെത്താനും അവരെ സുരക്ഷിതമായി സ്ഥലങ്ങളിൽ എത്തിക്കാനും തങ്ങളുടെ കഴിവും ധീരതയും പൂർണ്ണമായി സമർപ്പിച്ചു. പ്രതീക്ഷയും അഭിമാനവും നിറഞ്ഞ ഹൃദയങ്ങളോടെ നിറഞ്ഞ കൈകളോടെ നമുക്കിവർക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കാം. ഈ ചരിത്ര മുഹൂർത്തത്തിന് സാന്നിധ്യം കൊണ്ട് പ്രൗഢിയേകിയ കേരളത്തിന്റെ ബഹുമാന്യനായ സംസ്ഥാന പോലീസ് മേധാവി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ റവദ ആസാദ് ചന്ദ്രശേഖർ IPS അവർക്കും, ബഹുമാനപ്പെട്ട മഞ്ചേരി MLA ശ്രീ M റഹ്മത്തുള്ള അവർക്കും, ബഹുമാനപ്പെട്ട മാനന്തവാടി MLA ശ്രീമതി ഉഷ വിജയൻ അവർക്കും, മറ്റ് എല്ലാ ബഹുമാന്യ ജനപ്രതിനിധികൾക്കും, ബഹുമാനപ്പെട്ട ADGP AP ബറ്റാലിയൻ ശ്രീ ബൽറാം കുമാർ ഉപാധ്യായ IPS അവർക്കും, കമാൻഡന്റ് AP ബറ്റാലിയൻ ശ്രീ KE ബൈജു IPS, IR ബറ്റാലിയൻ കമാൻഡന്റ് ശ്രീ P വാഹിദ് IPS, പോലീസിലെയും മറ്റു വിവിധ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും കമാൻഡോകൾക്ക് മികച്ച പരിശീലനം നൽകി സജ്ജരാക്കിയ എല്ലാ ഓഫീസർമാർക്കും പരിശീലനാർത്ഥികൾക്കും പരിശീലകർക്കും ഈ ധീര കമാൻഡോകളുടെ is now passing by honoring the esteemed chief guest. അവസാനമായി വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു കടന്നുപോകുന്നു കമാൻഡോ 584. ഈ സമയം വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു Commando 584 Sri Sharan K passes by greeting the distinguished guest. വിശ്വാസത്തോടെ സേവനത്തിന്റെ മഹത്തായ അഭ്യർത്ഥനയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പുതിയ വിജയം
ചുമതലകളും കേരള സംസ്ഥാന പോലീസ് സേനയിലെ ഒരംഗം എന്ന നിലയിൽ ഈ സമയം 152 കമാൻഡോ പരിശീലനാർത്ഥികൾ അശോക ചക്രാങ്കിത ത്രിവർണ്ണ പതാകയെ സാക്ഷിയാക്കി. ശാരീരിക ക്ഷമതയും യുദ്ധവൈദഗ്ധ്യവും മാത്രമല്ല, ഭരണഘടനയോടുള്ള അചഞ്ചലമായ വിശ്വസ്തതയും ധാർമ്മിക ധൈര്യവുമാണ് യഥാർത്ഥ കമാൻഡോയുടെ മുഖമുദ്രയെന്ന് സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു. ഇന്ത്യ റിസർവ് ബറ്റാലിയനിലെ 10ാമത് ബാച്ച് കമാൻഡോ വിങ്ങിലെ 152 റിക്രൂട്ട് സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരാക്രമണങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങൾ പ്രതീക്ഷയോടെ നോക്കുന്നത് കമാൻഡോകളെയാണെന്നും സമാധാനവും ജനാധിപത്യവും സംരക്ഷിക്കുന്ന കവചമായി സേന നിലകൊള്ളണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരള പോലീസിന്റെ യൂണിഫോം അധികാരത്തിന്റെ മാത്രമല്ല, ഉത്തരവാദിത്തത്തിന്റെയും സേവന മനോഭാവത്തിന്റെയും പ്രതീകമാണെന്നും പോലീസ് മേധാവി കൂട്ടിച്ചേർത്തു. But remember, physical endurance and combat skills are only of the uniform. True commando ethos is anchored in unwavering loyalty to the Constitution, supreme moral courage, and absolute restraint when facing chaos. When the state faces its darkest hour and ordinary systems reach their limit, the citizens of Kerala will look to you. Whether it is neutralizing a high-risk terror threat, securing our vital installations, or stepping in as the first responders during the catastrophic natural disasters. You are the shield that protects our peace and democratic fabric. Friends, as you step out of these gates of this hallowed training ground today, carry with you the honor of Kerala Police. Wear the uniform with pride, execute your duties with clinical precision, and let your presence be a reassurance to the innocent and an absolute deterrence to those who wish to harm our society. My heartfelt congratulations to every recruit on successfully completing this demanding course of training. Your journey to the parade ground has required determination, discipline, sacrifice, and perseverance. I also congratulate the commandant, officers, instructors, and all members of the training institution. Their dedication, professionalism, and commitment have shaped these young commandos into a disciplined police personnel ready to serve the society with confidence and competence. ചടങ്ങിൽ മഞ്ചേരി MLA അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള, മാനന്തവാടി MLA ഉഷ വിജയൻ, ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ബലറാം കുമാർ ഉപാധ്യായ IPS, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. MTN ന്യൂസ്, മലപ്പുറം. ഇതെന്താ ഓണമായിട്ട് എല്ലാവരും ഇവിടെ? ഇത്തവണത്തെ ഓണം ആധാർ ഗോൾഡിലല്ലേ? ഓണം സ്വർണോത്സവം ആധാർ ഗോൾഡിലൂടെ ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ. 1ാം സമ്മാനം തിളങ്ങുന്ന ഒരു മാരുതി ബലേനോ കാർ, 2ാം സമ്മാനം സ്റ്റൈലായി യാത്ര ചെയ്യാൻ ഒരു സ്കൂട്ടർ, 3ാം സമ്മാനമായി 5 ഫ്രിഡ്ജുകൾ 5 വിജയികൾക്ക് സ്വന്തം, 4ാം സമ്മാനമായി 5 വാഷിംഗ് മെഷീൻ 5 പേർക്ക്, 5ാമതായി 50 മനോഹരമായ ഡിന്നർ സെറ്റുകൾ 50 പേർക്ക്, 6ാം സമ്മാനം 50 പ്രഷർ കുക്കറുകൾ 50 ഭാഗ്യശാലികൾക്ക്, 7ാം സമ്മാനം 50 ഫ്രൈ പാനുകൾ 50 പേർക്ക്. എന്താ മാവേലി, ഇത് പൊളിക്കൂലേ? അത് കിടക്കും ബ്രോ. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സംയുക്തത്തിൽ ആധാർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഓണം സ്വർണോത്സവം. ഓഗസ്റ്റ് 1 മുതൽ തുടർച്ചയായി 3 മാസക്കാലം നീളുന്ന ഈ സുവർണാവസരത്തിൽ നിങ്ങളും പങ്കാളിയാകൂ. ആധാർ ഗോൾഡിന്റെ മുഴുവൻ ഷോറൂമുകളിലും ഈ സമ്മാന കൂപ്പൺ ലഭ്യമാണ്.